വേദനയേക്കാൾ വിഷം. ക്യാൻസറിനെതിരെ ഓരോ ദിവസവും ജീവിതത്തിനായി പൊരുതുന്ന രേണുസുധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നേരിൽ കണ്ടതോടെ മനസ്സ് തകർന്നുവെന്ന് നടി സീമ ജി നായർ. രോഗത്തിന്റെ വേദന എത്രമാത്രം കഠിനമാണെന്ന് കണ്ടറിഞ്ഞ ശേഷമാണ് അവർ ഹൃദയം തുറന്ന് സംസാരിച്ചത്. എന്നാൽ രേണുവിനെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത് രോഗമല്ലെന്നും സോഷ്യൽ മീഡിയയിലെ ചിലരുടെ ക്രൂരമായ വാക്കുകളും സൈബർ ആക്രമണങ്ങളുമാണെന്നും സീമ പറയുന്നു. ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു രോഗമാണ്. രോഗത്തോട് പൊരുതുന്ന ഒരാളെ ആശ്വസിപ്പിക്കേണ്ടിടത്ത് ചിലർ പരിഹസിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുന്ന അവസ്ഥ അത്യന്തം വേദനാജനകമാണ്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സമയത്ത് പോലും കരുണ കാണിക്കാനാവുന്നില്ലെങ്കിൽ നമ്മുടെ മനുഷ്യത്വം എവിടെയാണ് എന്ന ചോദ്യമാണ് സീമ ഉയർത്തുന്നത്. രേണുവിനെ സഹായിക്കുന്നതിന്റെ പേരിൽ തനിക്കെതിരെ ഉയർന്ന പിരിവാരോപണങ്ങൾക്കും സീമ വ്യക്തമായ മറുപടി നൽകി. താൻ ആരിൽ നിന്നും പണം പിരിക്കാറില്ലെന്നും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് രേണുവിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ സഹായം നൽകാമെന്നും അവർ വ്യക്തമാക്കി. വ്യാജ പ്രചാരണങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നും അവർ അഭ്യർത്ഥിച്ചു. കൈവിരലുകളുടെ തുമ്പത്ത് ഒരു ഫോണും കീബോർഡും ഉണ്ടെന്നതുകൊണ്ട് ആർക്കെതിരെയും എന്തും പറയാനുള്ള അവകാശം ലഭിക്കുന്നില്ല. ഓരോ വാക്കും ഒരാളുടെ മനസ്സിനെ തകർക്കാനും ജീവിതത്തെ ബാധിക്കാനും കഴിയും. അതിനാൽ വിമർശിക്കുന്നതിന് മുൻപ് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം എന്നും സീമ ഓർമ്മിപ്പിച്ചു. കീമോ ചികിത്സയുടെ കഠിനമായ വേദനയും ശാരീരിക ക്ഷീണവും സഹിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ പോരാടുകയാണ് രേണു. ഈ സമയത്ത് അവർക്കാവശ്യം കുറ്റപ്പെടുത്തലോ പരിഹാസമോ അല്ല, സ്നേഹവും പിന്തുണയും പ്രാർത്ഥനയുമാണ്. മാനവികത വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളിലും പ്രതികരണങ്ങളിലും പ്രകടമാകേണ്ട സമയമാണിതെന്ന് സീമയുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നു. രോഗത്തോട് പൊരുതുന്ന ഒരാളെ സൈബർ ആക്രമിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ.